Hi students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 4x പ്ലസ് 3y ഈക്വൽ ടു 2x പ്ലസ് 7. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് 3x ഈക്വൽ ടു 3y പ്ലസ് 2x മൈനസ് 1. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഒരു ഓർഡർ ഇല്ലാത്ത മാതിരിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇതുവരെയും ചെയ്തത് എങ്ങനെയാണ്, സമത്തിന് ശേഷം ഒരു ഡിജിറ്റ് മാത്രമായിട്ടാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു വേരിയബിൾ ഒപ്പം കൂടിയിട്ടുള്ള അല്ലെങ്കിൽ രണ്ട് ഇക്വേഷൻ രണ്ട് സൈഡിൽ വരുന്ന പോലെ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിനെ സോൾവ് ചെയ്യേണ്ടത്, എങ്ങനെ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാന്നുള്ള ആദ്യം നോക്കുക. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ എടുക്കുന്നു. ഏത് വരെയാണ്? ഈ കോമട്ടത് വരെയാണ്. അപ്പോൾ ആ ഇക്വേഷൻ എടുത്തിട്ട് ഇതിൽ സാമ്യമുള്ളത് ഏതൊക്കെയാണ്? ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട് അല്ലേ? അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഈ എക്സുകളെ വൈകളെ ഒക്കെ ഉണ്ടെങ്കിൽ സമത്തിൻ്റെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നിലവിലുള്ള ഇക്വേഷൻ 4x അങ്ങനെ തന്നെ എഴുതി. ഈ 2xനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ -2x ആയി. പിന്നെ ഇവിടെ ഉള്ളത് എന്താ? +3y. അപ്പോൾ എക്സുകളെല്ലാം ഒരേ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. ഇപ്പം +3y അതേപോലെ എഴുതി. പിന്നെ സമത്തിൻ്റെ വലതുഭാഗത്ത് ഏത് മാത്രമേ ഇനി പെൻഡിങ് ഉള്ളൂ? 7 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഇതൊരു ഇക്വേഷൻ ഫോമിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. 4x നിന്ന് 2x ലെസ് ചെയ്ത് അത്ര കിട്ടും? 2x കിട്ടും. പിന്നെ എന്തേ ഉള്ളൂ? +3y ഉണ്ട്. 3y ഈക്വൽ ടു 7. അപ്പോൾ ഇതുവരെ നമുക്ക് ഇങ്ങനത്തെ ഇക്വേഷനാണ് കണ്ടു പരിചയം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. അതിനെ നമ്മൾ ഈ ഒരു ഫോമിലേക്ക് ആക്കിയത് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. ഇനി സെക്കൻഡ് ഇക്വേഷൻ നോക്കൂ. 3x ഈക്വൽ ടു 3y പ്ലസ് 2x മൈനസ് 1 ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും എന്താണ്? എക്സ് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, വൈ ഉണ്ട്, -1 ഇവിടെയും കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനൊരു ഇക്വേഷനാക്കി മാറ്റണം. അപ്പോൾ ആദ്യം 3xനെ അവിടെ തന്നെ എഴുതി. ഈ വൈനെ എങ്ങോട്ട് കൊണ്ടുവരണ്ടേ? അപ്പം -3y എന്ന് എഴുതി. ഈ +2x സമത്തിൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? -2x ആയി. ഈക്വലിന് ശേഷം തന്നെയല്ലേ -1. അപ്പോൾ അതിന് മാറ്റമില്ല. അപ്പോൾ ഈക്വൽ ടു -1. ഇപ്പം എന്തായി? 3x -2x പറയുമ്പം ഒരു x ആയി മാറി. ഓക്കെ, 3xൽ നിന്ന് 2xനെ കുറച്ചപ്പോൾ ഒരു x ആയി മാറി. -3y ഉണ്ട്, അതേപോലെ തന്നെ എഴുതി. ഈക്വൽ ടു -1. ഇപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വന്നത് ഇക്വേഷനും രണ്ടാമത്തെ ഇതുമാണ്. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇവിടെ 3y എന്നുള്ളത് രണ്ടിലും വന്നിട്ടുണ്ട് അല്ലേ? ഒന്ന് +3y ആണ്, ഒന്ന് -3y ആണ്. അപ്പം എന്ത് ചെയ്താൽ മതി? നമുക്കിതിനെ ആഡ് ചെയ്താൽ മതി. ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്തായാലും ക്യാൻസൽ ആവും. അപ്പോൾ ഈ 2xും എക്സും കൂടി കൂട്ടുമ്പോൾ എത്രയായി? 3x ആയി. പിന്നെ ഈ 7ന്ന് -1 ആണ് വന്നത്. അത് ലെസ് ചെയ്യുമ്പോൾ 6 വന്നു. ഓക്കെ, അപ്പോൾ 3x ഈക്വൽ ടു 6 ആവുമ്പോൾ എക്സ് എന്താവും? 6/3, ദാറ്റ് ഇസ് 2. എക്സിൻ്റെ വില നമുക്ക് 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ഫസ്റ്റ് മൂന്നാമത്തെ ഇക്വേഷൻ്റെ അതിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. 2 × 2, എക്സിൻ്റെ വില 2. അപ്പോൾ +3y ഈക്വൽ ടു 7. 2 × 2 4, 4 + 3y ഈക്വൽ ടു 7. അപ്പോൾ 3yനെ ലെഫ്റ്റിൽ നിർത്തി, 7ഉം അങ്ങനെ തന്നെ എഴുതി. ഇവിടെയാണ് 4 ഉള്ളത്. ആ 4നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? -4. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 3 കിട്ടി. അപ്പോൾ 3y ഈക്വൽ ടു 3 ആണെങ്കിൽ y ഈക്വൽ ടു എന്ത് വരും? 3/3 ആയിട്ട് മാറും. ദാറ്റ് ഇസ് 1. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വില 2ഉം വൈയുടെ വില 1ഉം കിട്ടി. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എങ്ങനെയും ഒരു ഇക്വേഷൻ ഫോമിലേക്ക് ആക്കുക എന്ന് മാത്രമേ നമുക്കിവിടെ ചെയ്യാനുള്ളൂ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 4x² - y² ഈക്വൽ ടു 96. 2x - y ഈക്വൽ ടു 8. ഇവിടെ പിന്നെ ഇക്വേഷൻ ഫോമിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ സ്ക്വയർ വെച്ചിട്ടുള്ള പ്രോബ്ലം ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ഇതിനെന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്തുകൊണ്ടും ചെയ്യാവുന്നതാണ്. ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഇക്വേഷനെ രണ്ടാമത്തെ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഡിഫറെൻ്റ് ആയ മെത്തേഡുകളാണ് കേട്ടോ. അതിൽ ചെയ്യുന്ന ഓരോ പ്രോബ്ലംസും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡുകളാണ് ഒരു ഇക്വേഷനെ എങ്ങനെയൊക്കെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാം. ഇതൊരു മെത്തേഡായിരുന്നു, ഇതൊരു ഡിഫറെൻ്റ് ടൈപ്പായിരുന്നു. ഇനി ഇത് വേറൊരു ഡിഫറെൻ്റ് ടൈപ്പാണ്. ഇവിടെ നോക്കൂ, 2ഉം 4ഉം നമുക്ക് വെട്ടിപ്പോവാൻ പറ്റുന്നതാണ്, ഗുണിതത്തിലുള്ളതാണ്. y-ഉം y²ഉം 96/8 ഇതെല്ലാം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇതിലൊരു മോഡൽ എന്ത് ചെയ്യാം? നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് നോക്കാം.
അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 4x² ആദ്യം ഡിവൈഡ് ചെയ്യേണ്ടത് ഇവിടുത്തെ 2x കൊണ്ടാണ്. അപ്പോൾ 2 4 കട്ട് ചെയ്താൽ എത്ര വരും? 2 വരും. ഇവിടെ x² പറഞ്ഞാൽ x² ഒരു x മൈനസ് ചെയ്യുക എന്നുള്ള അർത്ഥം. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു x കിട്ടി. അപ്പോൾ ഫസ്റ്റിലത്തെ ഇക്വേഷൻ എന്തായി മാറി? 2x എന്നായി. അതായത് 4x² 2x ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 2x എന്നുള്ളത്. ഇനി അടുത്തത് y² ആണ് ഡിവൈഡഡ് ബൈ y. y² നിന്ന് y ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ മൈനസ് ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ 2ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എന്താ 1 ഒരു y ആയി മാറി. പിന്നെ 96 ഡിവൈഡ് ബൈ 8 അപ്പോൾ 12 കിട്ടി. അങ്ങനെ നമ്മൾ ഇക്വേഷനെ കൺവേർട്ട് ചെയ്തു. ഇനി ഇതെന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. 2x + y = 12. അപ്പോൾ എന്തായിരിക്കും? 2x - y = 8. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. നമ്മളിവിടെ ആദ്യത്തെ ഇക്വേഷനെ രണ്ടാമത്തെ ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പുതിയൊരു ഇക്വേഷനാണ് ഉണ്ടാക്കിയത്. പിന്നെ രണ്ടാമത്തെ ഇക്വേഷനും അതുപോലെ എടുക്കുക. അപ്പോൾ നോക്കൂ, ഇവിടെ മൂന്നാമത്തെ ഇക്വേഷൻ, മൂന്നാമതായിട്ട് വന്ന ഇക്വേഷനാണിത്. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, അതിനെ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെയാക്കി. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ഓൾറെഡി ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ 2x + y ഇത് രണ്ട് ഇക്വേഷൻ ഇപ്പോൾ നിലവിലുള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാം? കാണുമ്പോൾ ഏതാ കട്ട് ചെയ്ത് പോകുന്നത്? ഇവിടെ +y ഉണ്ട്, ഇവിടെ -y ഉണ്ട്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിഹ്നങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അത് ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ ഈ y-യും കട്ടായി പോവും. അപ്പോൾ നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? x = 5 എന്നുള്ള വാല്യൂ ആണ് കിട്ടുക. 8ഉം 5ഉം 13 എന്നുള്ളതിൽ. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ എക്സിൻ്റെ വാല്യൂ 5 ആണ്, വൈയുടെ വാല്യൂ 2 ആയിരിക്കും. എങ്ങനെയാണത് കിട്ടിയതെന്ന് ക്ലിയർ അല്ലേ? ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തു. അപ്പോൾ ഈ 2xും 2xും ആഡ് ചെയ്യുമ്പോൾ 4x വരും. +y-യും -y-യും കട്ട് ചെയ്ത് പോവും. 12ഉം 8ഉം 20 വരും. അപ്പോൾ 4x = 20. സോ x = എന്ത് വരും? 20/4, ദാറ്റ് ഈസ് x. അപ്പോൾ എക്സിൻ്റെ വില 5 എന്ന് കിട്ടി. ഇനി വൈയുടെ വില നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ 2 × 2 4, 2 × എക്സിൻ്റെ വില 5 ആണ്. അപ്പോൾ 2 × 5 10. 10 - y ആണ് 8. സോ y = എന്ത് വരും? 8 - 10 എന്ന് പറയുമ്പോൾ അവിടെ എന്തായി? 2 ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ വൈയുടെ വില 2ഉം കിട്ടി. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം, അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് രണ്ട് ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. 2x + 2y = 4, 4x + y = 5. ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇത് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഒരു ഡിഫറെൻറ്റ് ടൈപ്പ്. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? ഈ ഒരു വൈയുടെ വാല്യൂ ക്യാൻസൽ ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു 2 വരണം എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര വരും? 2 കൊണ്ട് കോമൺ ആയിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 2 × 2 4x, 2 × 2 4y, 2 × 4 8. അപ്പോൾ മൂന്നാമത്തെ പുതിയ ഇക്വേഷൻ വന്നു. അതായത് ഒന്നാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ് വരുന്നത്? അപ്പോൾ രണ്ട് തരത്തിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നില്ലെങ്കിൽ ഇവിടെ 4x ഉണ്ട്, അപ്പോൾ ഇവിടെയും 4x ആക്കി മാറ്റാം. അല്ലെങ്കിൽ ഇവിടെ y ഉണ്ട്, ഇവിടെ 2y ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇതിനെ 2y ആക്കിയാൽ മതി. അപ്പോൾ ഈ ഇക്വേഷന് 2 കൊണ്ടോ ഇതിനെ 2 കൊണ്ടോ ചെയ്താൽ നമുക്ക് എക്സോ വൈയോ ഏതെങ്കിലും ഒന്നിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് 1 × 2 ആണ് കൊടുത്തത്. ഒന്നാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് ഇപ്പോൾ എക്സ് കോമൺ ആക്കി എടുത്തു. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടെ 3 - 2 മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷനിൽ ലെസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇവിടെ രണ്ടും ഒരേ ചിഹ്നങ്ങളല്ലേ വന്നത്. 4x പോസിറ്റീവാണ് രണ്ടും. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ക്യാൻസലായി പോവും. അപ്പോൾ y - 4y പറയുമ്പോൾ എന്താവും? 3y ആയിട്ട് മാറും. = 5 - 8 എന്താണ്? 3. അപ്പോൾ y = എന്ത് വരും? 3/3, ദാറ്റ് ഈസ് 1 എന്ന് വരും. അപ്പോൾ ഈ വൈൻ്റെ വില 1 ആണെങ്കിൽ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 2x = 4 - 2, അതായത് 2 × x + 2 = 4 ആണ്. അപ്പോൾ ആ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് ദാറ്റ് ഈസ് 2x എന്ന് പറയുന്നത് 2 ആയി മാറും. അപ്പോൾ x എന്താവും? 1 ആയിട്ട് മാറും. അപ്പോൾ വൈയുടെ വാല്യൂ 1, എക്സിൻ്റെ വാല്യൂ 1. ഇങ്ങനെയാണ് നമുക്കത് കിട്ടുന്നത്. ഇനി അടുത്തത് എക്സാമ്പിളിൽ, അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എലിമിനേഷൻ മെത്തേഡാണ് ചെയ്തത്. ഇനി അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് 4x + 3y = 17. അത് ഫസ്റ്റ് ഇക്വേഷൻ.
രണ്ടാമത്തത് 5x - 2y = 4. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഇക്വേഷനെ 2 കൊണ്ടും രണ്ടാമത്തെ ഇക്വേഷനെ 3 കൊണ്ടും ചെയ്തു. കാരണം ഈ 2 കൊണ്ടും 3 കൊണ്ടും ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ആദ്യത്തെ ഇക്വേഷൻ്റെ അവിടെ 3y ആണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒന്നാമത്തെ ഇക്വേഷനെ ഈ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു, രണ്ടാമത്തെ ഇക്വേഷൻ 3 കൊണ്ടും ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനെ 2 കൊണ്ട് ചെയ്യുമ്പോൾ എല്ലാറ്റിനെയും 2 കൊണ്ട് ഗുണിക്കുക. 8x + 6y = 34 വന്നു. രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ്, അതിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 15x - 3 × 2 6y 3 × 4 12. അപ്പോൾ 3 4 കിട്ടി. ഇനി സാധാരണ പോലെ ഇവിടെ വ്യത്യസ്ത ചിഹ്നമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ഒരേപോലെ വന്നത് 6y ആണ്. അപ്പോൾ ഇതിനെ ആഡ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ക്ലോസ് ആയി പോവും. അപ്പോൾ 15 × 23x എന്ന് വരും. 34 42 46. അപ്പോൾ 23x 46 ആണെങ്കിൽ x എന്തായിരിക്കും? ഈ 46 ഇവിടെ തന്നെ വെക്കുക, 23 ഇങ്ങനെ ബൈ ആക്കി കൊണ്ടുവരിക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 കിട്ടിയ സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇക്വേഷൻ 1ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 4 × 2 എക്സിൻ്റെ വില + 3y = 17. അപ്പോൾ 2 × 4 8. 8 + 3y ആണ്. അപ്പോൾ 3y ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 3yനെ ലെഫ്റ്റിൽ നിർത്തി 17ഉം അതേപോലെ എഴുതുക. ഈ 8നെ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരിക. -8 ആയി മാറും. 3y എന്ന് പറയുന്നത് 9 ആണെങ്കിൽ y എന്തായിരിക്കും? 9/3. 9/3 = 3. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻ പ്രകാരം വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഇത് വേറൊരു മോഡലായിട്ട് പറയാം. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 2x - 3y = 1. 3x - 4y = 1. ഇവിടെ 2x - 3y = 1 ഒന്നാമത്തെ ഇക്വേഷനും ഇത് രണ്ടാമത്തെ ഇക്വേഷനുമാണ്. അപ്പോൾ നമുക്കിത് കോമൺ ആക്കി കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒന്നാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക, രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ടും ഇൻറ്റു ചെയ്യുക. കാരണം ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ 2x ഉണ്ട്, ഇവിടെ 3x ഉണ്ട്. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള ഡിജിറ്റ് കൊണ്ട് ഇത് ഒന്നാമത്തെ ഇക്വേഷൻ അല്ലേ, അപ്പോൾ ഇതിനെ നമ്മൾ എക്സ് ആണ് ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എക്സിൻ്റെ വാല്യൂ തൊട്ടടുത്ത ഇക്വേഷനിൽ ഏതാ ഉള്ളത്? 3 ആണുള്ളത്. 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 3 × 2 6x - 3 × 3 9y = 1 × 3 3. മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? ഈ എക്സിൻ്റെ അവിടെ ഏതാണ്? 2 ആണ്. അപ്പോൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 2 × 3 6x - 2 × 4 8y = 2 × 1 2. അപ്പോൾ 3 4 ഇക്വേഷൻ കിട്ടി. ഈ ഫോമിലേക്ക് ആക്കൽ മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. അത് രണ്ടും ആക്കി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ഓട്ടോമാറ്റിക് എന്തായി? ക്യാൻസലായി. പിന്നെ y മാത്രമേ ഉള്ളൂ. 9 - 8 -1y = എന്ത് വരും? 3 - 2 1. അപ്പോൾ y = 1/-1 പറയുമ്പോൾ yൻ്റെ വില -1 ആയിട്ട് മാറും. -1നെ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × x + 3 = 1 ആണ് വരുന്നത്. അപ്പോൾ 2x = എന്ത് വരും? 2x = 1 - 3 എന്നാണ് വരിക. ഈ 3നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും 1 - 3 ആയി മാറും. അപ്പോൾ ഈ 1 - 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ -2 ആണ് വരിക. അപ്പോൾ 2x = എന്ത് വരും? -2 എന്ന് വരും. സോ എക്സിൻ്റെ വില ഈ -2 ആണ് ഇവിടെ ഉള്ളത്, അത് മാറ്റില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ 2നെയാണ് /2 എന്ന് കൊണ്ടുവരിക. അപ്പോൾ -1 വരും. അപ്പോൾ y = -1 ആൻഡ് x = also -1. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കൂ, 2x + 3y = 11ഉം x + 2y = 7ഉം ആണ്. ഇതിനെ നമുക്ക് ഇത് ഒന്നാമത്തെ ഇക്വേഷനും ഇത് രണ്ടാമത്തെ ഇക്വേഷനായിട്ടും വെക്കാം. ഇവിടെ നമുക്ക് ഏതിനെയാണ് നമുക്ക് കളയാൻ വേണ്ടി നോക്കേണ്ടത്? ഈ എക്സ് 2ഉം 3യും വരുന്നത്. വൈനെ ക്യാൻസൽ ചെയ്യാം, എക്സിനെയും ക്യാൻസൽ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് സൗകര്യം പോലെ അത് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്തു? ഇവിടെ അപ്പോൾ ആദ്യം തീരുമാനിക്കണത് ഏതിനെ കളയണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ y വാല്യൂവിനെ കളയുകയാണെങ്കിൽ ഇവിടെ നോക്കുക, ആദ്യത്തേൽ 3യും ഇവിടെ 2 ആണ്. നേരെ ഓപ്പോസിറ്റ് ഡിജിറ്റ് കൊണ്ട് ഇക്വേഷനെ ഇൻറ്റു ചെയ്യുക. ഒന്നാമത്തെ ഇക്വേഷനെ 2 കൊണ്ടും രണ്ടാമത്തെ ഇക്വേഷനെ 3 കൊണ്ടും ഇൻറ്റു ചെയ്തിട്ട് എടുത്ത രൂപമാണ് ഇത്. ഓക്കെ, ഇനി ആ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നോക്കേണ്ടത് ഇത് ക്യാൻസൽ ആവാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ 6y വന്നിട്ടുണ്ട്, പക്ഷേ ചിഹ്നം 1 ആണ്. ചിഹ്നം 1 ആകുമ്പോൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എന്നാൽ മാത്രമേ ചിഹ്നം മാറിയിട്ട് നമുക്കത് ക്യാൻസലായിട്ട് പോവുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 4ൽ നിന്ന് 3 പോകുമ്പോൾ 1, ഒരു x = ഇത് രണ്ടും ക്യാൻസലായി പോയി. 22ൽ നിന്ന് 1 പോകുമ്പോൾ 21 പോകുമ്പോൾ 1.
അപ്പോൾ എക്സ് ഈക്വൽ ടു 1/1 പറഞ്ഞാൽ 1 തന്നെ. അപ്പോൾ അത് നമ്മുടെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × 1 + 3y = 11 പറയുമ്പോൾ 2 × 1 2, 2 + 3y = 11. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് 3y ആണ്. 3yനെ ലെഫ്റ്റിൽ നിർത്തുക, റൈറ്റിലുള്ളതിന് അതുപോലെ തന്നെ വയ്ക്കുക. 11 അവിടെ വെച്ചു. ഇനി 2 × 1 എന്താണ്? -2 ഇങ്ങോട്ട് കൊണ്ടുവന്നു, 9 ആയി. അപ്പോൾ y = എന്ത് വരും? ഈ 9 അവിടെ തന്നെ വെക്കുക, ഈ 3നെ ഇങ്ങോട്ട് /3 എന്ന് പറഞ്ഞ് കൊണ്ടുവരിക. അപ്പോൾ 3 ആണ് yൻ്റെ ആൻസർ. ഇങ്ങനെയാണ് ഒരു തരത്തിലുള്ള വാല്യൂ കാണലെന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. 2x + y = -4, 5x - 3y = 1. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഏതിനെയാണ് ക്യാൻസൽ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കുക. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനെ മൾട്ടിപ്ലൈ ഇക്വേഷൻ 1 with 3, ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാനാണ് പറയുന്നത്. 3 we get 6 + 3y = -12. കാരണം ഈ 3y കൊണ്ട്, കാരണം ഇവിടെ 3y ഉണ്ട്, അപ്പോൾ ഇനി ഇവിടെ 3y ആവണം. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 3 കൊണ്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ 3 × 2 6x, 3 × y 3y, 3 × 4 12 -12. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഒരു ഇക്വേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും ചിഹ്നങ്ങൾ എങ്ങനെയാ ക്യാൻസൽ ചെയ്യേണ്ടത് നോക്കുക. അപ്പോൾ ആഡിങ് 3 and 20 വി ഗെറ്റ് എന്ത് വരും? 11x = -11 വരും. അപ്പോൾ x = -11/11 = -1. അപ്പോൾ എക്സിൻ്റെ വില -1 കിട്ടി. അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ -2 + y = -4 ആണ്. കണ്ടുപിടിക്കേണ്ടത് ലെഫ്റ്റിൽ നിർത്തുക, y അങ്ങനെ തന്നെ വയ്ക്കുക, -4 അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ 2നെ റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പം +2 ആയിട്ട് മാറി. അപ്പോൾ y = -2. ഇനി അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് -9y + 4x - 20 = 0. -7y + 16x - 80 = 0. അപ്പോൾ നമുക്ക് ഇക്വേഷനെ ഒന്ന് സോർട്ട് ചെയ്യണം. ഇവിടെ എങ്ങനെ സോർട്ട് ചെയ്യണം? കാരണം ഇതൊരു ഓർഡറിലല്ല. അപ്പോൾ ആദ്യം -9y + 4x = ഈ -20നെ എപ്പോഴും നമുക്കറിയാലോ, ഇങ്ങനത്തെ ഡിജിറ്റ് എപ്പോഴും സമത്തിൻ്റെ റൈറ്റ് സൈഡിൽ വരണം. അപ്പോൾ നമ്മൾ അതേ ഒരു ഇക്വേഷൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. =20 എന്നാക്കി. കാരണം -20 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി മാറി? 20 ആയി മാറി. അത് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ നോക്കൂ, -7y ആണ്, +16x ആണ്, -80 ആണ്. അപ്പോൾ ഇതിനെ എങ്ങോട്ട് കൊണ്ടുവരണം? റൈറ്റിലേക്ക് പോകണം. അപ്പോൾ =18 ആയി. അപ്പോൾ അത് രണ്ടാമത്തെ ഇക്വേഷനായി. അപ്പോൾ ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇവിടെ ഒരേപോലെ ആക്കാൻ പറ്റിയ ഏതിനെയാണ്? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഇക്വേഷനെ 4 കൊണ്ട് ഗുണിക്കാം. നമുക്ക് 4 കൊണ്ട് ഗുണിക്കുമ്പം 9 × 4 36, 4 × 4 16, 20 × 4 80. അടുത്തത് രണ്ടാമത്തെ ഇക്വേഷനെ നമുക്ക് എത്ര കൊണ്ട് ഗുണിക്കാം? അപ്പോൾ ഈ ഒരു ഇക്വേഷനെ നമ്മൾ ചെയ്യേണ്ടത് 29, ഈ ഒരു ഇക്വേഷൻ 36y + 16x = 18 ആയി. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ ഇനി സോൾവ് ചെയ്ത് കൊണ്ടുവരുമ്പം എന്ത് വരിക? 3 - 2. മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷനെ കുറയ്ക്കുക. കാരണം ഇവിടെ +16 ആണ്, ഇവിടെയും +16 ആണ്. ഒരേ ചിഹ്നം വന്ന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ ഈ 16ഉം 16ഉം കട്ട് ചെയ്ത് പോവും. പിന്നെ 36ന്ന് 7 കുറയ്ക്കുമ്പോൾ 29 ആയി. 29y = എന്ത് വരും? 2 80 അല്ലേ വന്നത്? അപ്പോൾ അതും ക്യാൻസലായി, 0 വന്നു. അപ്പോൾ -29y = 0. അപ്പോൾ y = 0/-29 ചെയ്യുമ്പോൾ 0 തന്നെയാണ് ആൻസർ. വൈയുടെ വില നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -9 × 0, വൈയുടെ അവിടെ ഇട്ടു, + 4x = 20. അപ്പോൾ ഇത് രണ്ടും ഇൻറ്റു ചെയ്യുമ്പോൾ 0. 0 + 4x എന്ന് പറയുമ്പോൾ എന്താ? 4x = 20. x = 20/4 താഴേക്ക് വന്നു. x = 5 എന്നുള്ള വാല്യൂ കിട്ടി. അപ്പോൾ ഇത് വേറൊരു ടൈപ്പിലുള്ള ഇക്വേഷനാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ്, എന്ത് പ്രോബ്ലം കിട്ടിയാലും നമുക്ക് എങ്ങനെ അതിനെ കൺവേർട്ട് ചെയ്ത് ഒരു ഇക്വേഷൻ മോഡലിലേക്ക് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, 8x + 7y = 10, 11x = 10 × 1 - y. അപ്പോൾ ഇവിടെ തന്നെ കാണുമ്പം ഇത് ഓക്കെയാണ് ഈ ഇക്വേഷൻ. കാരണം x വന്നു, y വന്നു, 10 വന്നു.
രണ്ടാമത്തെ ഇക്വേഷൻ നോക്കൂ, ഇവിടെ സമമാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, 10x + 10y ആക്കണം. ഓക്കെ, അതായത് 10 × 1 10 തന്നെയാണ്, 10 × y 10y ആണ്. അപ്പോൾ എക്സ് കഴിഞ്ഞാൽ വരേണ്ടത് എന്താ, 10y ആണ്. അപ്പോൾ 10 × y 10y + 10y = സമത്തിൻ്റെ ഇപ്പുറത്ത് 10 × 1 10. ഇപ്പോഴാണ് അതൊരു ഇക്വേഷൻ ഫോമിലേക്ക് വന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഇക്വേഷനായി. ഇനി നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത്, ഒന്നാമത്തെ ഇക്വേഷനെ നമുക്ക് 10 കൊണ്ട് ഗുണിക്കാം, രണ്ടാമത്തെ ഇക്വേഷനെ 7 കൊണ്ടും ഗുണിക്കാം. അതായത് വൈനെയാണ് നമ്മളിവിടെ ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പം ആദ്യത്തെ ഇക്വേഷനിൽ 7 അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഗുണിക്കാൻ പറ്റില്ല. രണ്ടാമത്തേലത്തെ വൈൻ്റെ മുമ്പിലുള്ള വാല്യൂ വെച്ച് ഗുണിക്കുക. അപ്പോൾ 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 10 × 8 80, 10 × 7 70, 10 × 10 100. അടുത്ത രണ്ടാമത്തെ ഇക്വേഷനെ നമ്മൾ ഏതുകൊണ്ട് ഗുണിക്കണം, ഈ 7 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 11 × 7 77, 7 × 10 70, 7 × 10 70. അപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ ഇക്വേഷനായി. ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയി വരുന്നത് എന്താണ്, +70y +70y. ചിഹ്നം ഒന്നായി കഴിഞ്ഞാൽ മൈനസ് ചെയ്യാം, എന്നാൽ മാത്രം ഇത് ക്യാൻസലായി പോവുള്ളൂ. അപ്പോൾ 80 - 77 പറയുമ്പോൾ 3x ആവും. ഓക്കെ, 3x. 100ൽ നിന്ന് 70 കുറയ്ക്കുമ്പോൾ 30. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ലെഫ്റ്റിൽ നിർത്തിയിട്ട് 30 അങ്ങനെ തന്നെ എഴുതിയിട്ട് ഈ 3നെ /3 ഇതാക്കിയപ്പം നമുക്ക് 10 കിട്ടി. എക്സിൻ്റെ വില 10 ആണെങ്കിൽ ഇക്വേഷൻ 1ൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. 8 × 10 + 7y = 10. 8 × 10 എത്ര, 80. 80 + 7y = 10 ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ടതിന് ലെഫ്റ്റിലേക്ക് നിർത്തുക. 7y ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 7y = എന്ത് വരും, 10 - 80 വരും. 10 - 80 പറയുമ്പോൾ എത്രയാണ്, 70. അപ്പോൾ നമുക്ക് 70 ആണ് -7y വരുന്നത്. സോ y = എന്ത് ചെയ്യണം, 70/-7 = -10. ഇങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട രീതി എന്ന് പറയുന്നത്. ഇതെല്ലാം ഓരോരോ തരത്തിൽ ഇക്വേഷൻ ഫോം ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓരോന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, 2y + 7x = -5. 5y - 7x = 12. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആദ്യത്തേത് എന്താണ്, വൈയുടെ വാല്യൂസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല, രണ്ടും ഒരുപോലെ വന്നുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ ഇവിടെ 2y + ആഡിങ് 1 ആൻഡ് 2 രണ്ടും കൂടി നമുക്ക് കൂട്ടാം. കാരണം 5ഉം 2ഉം എന്താണ്, 7y. കാരണം ഓൾറെഡി ഇവിടെ അതേ ഫോമിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുക. അപ്പോൾ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ക്യാൻസൽ ചെയ്യാനാണ് ഇത്രയും കാലം നോക്കിയത്. ഇവിടെ തന്ന ക്വസ്റ്റ്യൻ തന്നെ എങ്ങനെയാണ്, ഇത് രണ്ടും ഓൾറെഡി പ്ലസും മൈനസും ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇത് ക്യാൻസലായി പോകും. അപ്പോൾ ബാക്കിയുള്ളത് ആഡ് ചെയ്യുക. 2 5 7y = എന്തായിരിക്കും വരിക, അത് 7 ആണ് വരുന്നത്. അപ്പോൾ y = എന്ത് വരും, 7/7, ദാറ്റ് ഈസ് 1 എന്ന് വരും. ആ വൈയുടെ വില 1 ആണെങ്കിൽ നമ്മളത് അപ്ലൈ ചെയ്യുക ഒന്നാമത്തെ ഇക്വേഷനിൽ. 2 × 1 2, 2 + 7x = -5 ആണെങ്കിൽ 7x = എന്ത് വരും, -5 - 2 എന്ന് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര നമുക്ക് വരുന്നത്, 2 + 7x = -5 വരും. അപ്പോൾ ഈ 7x ലെഫ്റ്റിൽ നിർത്തുക, -5 അങ്ങനെ തന്നെ വെക്കുക, ഈ 2 ഇങ്ങോട്ട് വരിക, -2 എന്ന് വരും. അപ്പോൾ രണ്ടും ഒരേ ചിഹ്നം ആകുമ്പോൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യുക. -5 ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ -2 ആവും. അപ്പോൾ -7 രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് -7 എഴുതാം. അപ്പോൾ x = എന്ത് വരും, ഇതെങ്ങനെ തന്നെ നിർത്തുക അവിടെ, ഇതിനെ മാത്രം /7 എന്ന് പറഞ്ഞിട്ട് ഇത് കൊണ്ടുവരിക. -1 ആയിരിക്കും ആൻസർ ഉണ്ടാവുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 3x + 8y = 15ഉം 2x - 8y = 10ഉം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെയാണ്. കാരണം ഇവിടെ 8ൻ്റെ വാല്യൂ നോക്കൂ, രണ്ടും കോമൺ ആണ്. അപ്പോൾ നമുക്കിവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 8നെയും ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, പ്ലസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പ്ലസ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഓട്ടോമാറ്റിക് ക്യാൻസൽ ആവും. അപ്പോൾ 3ഉം 2ഉം 5x എന്ന് വരും. 15ഉം 10 25 വരും. 5x = 25 വരും. സോ x = എന്ത് വരും, 25. അങ്ങനെ തന്നെ എഴുതി. ഈ 5നെ /5 എന്ന് കൊടുത്തു, 5 കിട്ടി. എക്സിൻ്റെ വില 5 ആണെങ്കിൽ ഇക്വേഷൻ 1ൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 3 × 5 + 8y = 15. 3 × 5 15 + 8y = 15. ഇതാണ് ഇക്വേഷൻ. ഇതാണ് കാണേണ്ടത്. ലെഫ്റ്റിൽ കീപ്പ് ചെയ്യുക.
15ഒക്കെ അങ്ങനെ തന്നെ എഴുതുക. ഈ 15ന് റൈറ്റിലേക്ക് വരും -15. അപ്പോൾ 0. അപ്പോൾ y ഈക്വൽ ടു എന്ത് വരും? 0/8. ദാറ്റ് ഈസ് 0/8 പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ പ്രോബ്ലംസും ഓരോന്നും എൻറ്റയർലി എങ്ങനെ ഒരു ഇക്വേഷൻ ഫോമിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. എന്നതിന് ശേഷം മാത്രം എലിമിനേറ്റ് ചെയ്യാൻ നോക്കുക. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എളുപ്പത്തിൽ ഒരേപോലത്തെ സംഖ്യകൾ വരിക. അത് കിട്ടിക്കഴിഞ്ഞാൽ ആഡ് ആണോ ലെസ് ആണോ നോക്കുക. എന്നിട്ട് എലിമിനേറ്റ് ചെയ്യുക. പിന്നെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് വാല്യൂസും വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സെഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്തപ്പം മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മെയിനായിട്ട് ഏതെങ്കിലും ഒരു വേരിയബിളിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ എന്തൊക്കെ മെത്തേഡിലൂടെ പറ്റുമെന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡിലൂടെ ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന വീഡിയോസ് കറക്റ്റ് ടൈമിൽ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്